ഇനി ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് CPIM ആണ്, ഇടതുപക്ഷ പാർട്ടിയുടെ പട്ടികയിൽ. CPIMന്റെ ഭാഗമായിട്ട് ED കടന്നു വന്നത്, പണ്ടേ ED ഉണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് പറയുന്നുണ്ട്. വീണയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരിത് തുടങ്ങിയത്. ഇവിടെ പറഞ്ഞതുപോലെ ആ ലിസ്റ്റിൽ വീണയോടൊപ്പമുള്ള അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്നവർ ഉൾപ്പെടെ, പിന്നീട് ഇപ്പോൾ ഭരണപക്ഷത്തിന്റെ ഭാഗമായിരിക്കുന്ന അവർക്ക് ആർക്കും എതിരെ ഒരു കേസും ഇല്ല കേട്ടോ. ആ പേരെല്ലാം ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ ഈ വീണ്ടും ആവർത്തിക്കുന്നില്ല. വീണക്ക് നേരെ കേസ് 1.7 കോടി രൂപയുടെ കേസാണ് എക്സലോജിക്കുമായി ബന്ധപ്പെട്ട് വന്നത്. ഞങ്ങളുടെ പാർട്ടി ഒരു കാര്യം തീരുമാനിച്ചു. എക്സലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വീണ അതിന്റെ നേതൃത്വത്തിലുള്ള ഒരു കേസ്, അത് സാധാരണ കമ്പനി എന്ന രീതിയിൽ ആ കേസ് നടത്തട്ടെ, നിയമപരമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യപ്പെടട്ടെ, ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കമില്ല. എന്നാൽ വീണക്ക് നേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യാനല്ല ED ശ്രമിച്ചത്. ED മാത്രമല്ല, മാധ്യമങ്ങളും ശ്രമിച്ചത്. എല്ലാ സന്ദർഭത്തിലും വീണയെപ്പറ്റി പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ, ഇപ്പോഴും പറയുന്നത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ എന്ന്. ഞങ്ങളൊരു കാര്യം CPIM വളരെ വ്യക്തതയോടുകൂടി തന്നെ അന്നേ പറഞ്ഞു. വീണയുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ കാര്യത്തിൽ കൃത്യമായ തെളിവടിസ്ഥാനപ്പെടുത്തി നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലപാടുകൾ സ്വീകരിച്ചു. പക്ഷേ അതിന്റെ പേരിൽ CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും, അന്നേ പറഞ്ഞത് അന്നത്തെ മുഖ്യമന്ത്രി എന്ന രീതിയിലാണ്, ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലാണ്. സഖാവ് പിണറായി വിജയനെതിരായിട്ട് ഈ കേസ് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ കളി നടത്തുന്നത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ അന്നും ഇന്നും എതിർക്കുന്നത്, ഇനിയും എതിർക്കും. ശക്തിയായ രീതിയിൽ ഞങ്ങൾ എതിർക്കും. അതുകൊണ്ടാണ് സഖാവ് പിണറായി പറഞ്ഞത് എന്റെ കൈ ശുദ്ധമാണ്. പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട് പറഞ്ഞല്ലോ മിനിഞ്ഞാന്ന്, ഒന്നും എനിക്ക് മറച്ചു വെക്കാനില്ല, എല്ലാ പകൽ വെളിച്ചം പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാനാവുന്നതാണ്. ഇവിടെ ED നടത്തിക്കൊണ്ടിരിക്കുന്നത് വിചിത്രമായ ഒരു നിലപാടാണ്. ആ വിചിത്രമായ നിലപാട് എന്ന് പറയുന്നത് പത്രക്കുറിപ്പാണ്. അന്വേഷണം നടത്തുക, യാതൊരു കാമ്പില്ലാത്ത, ഒന്നും തന്നെ ഇല്ലാത്ത, ഒരു തെളിവുമില്ലാത്ത കാര്യങ്ങളെ വക്രീകരിച്ച് വിശദീകരിച്ച് എന്തോ വലിയ തെളിവ് കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുക, വാർത്ത കുറിപ്പിറക്കുക, ഇത് വിചിത്രമാണ് എന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണ സംഭവിക്കുന്നതല്ല. കേസിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അവസാനം തീരുമാനിക്കുന്നത് കോടതിയാണ്. അന്വേഷിക്കുന്ന ഓരോ കാര്യവും ഇങ്ങനെ പത്രസമ്മേളനം വിളിച്ചു പറയുന്നത് രാഷ്ട്രീയമാണ്. അപ്പൊ ED രാഷ്ട്രീയമായ ഉന്നം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് വിചിത്രമാണ് എന്ന് പറഞ്ഞത്. വിചിത്രമാണ് എന്ന് പത്രസമ്മേളനത്തിൽ സഖാവ് പിണറായി പറഞ്ഞ ഉടനെ തന്നെ വീണ്ടും പത്രക്കുറിപ്പ്, ഇത് വിചിത്രമല്ല. പിന്നെന്താ? EDക്കാരാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ അനുവാദം നൽകിയത്? ഏത് നിയമം അനുസരിച്ച? ഒരു വിധി പോലെ ഞങ്ങളിതാ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങളാരാ കണ്ടെത്താൻ? നിങ്ങൾ തെളിവുകൾ കോടതിയുടെ മുമ്പിലാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ കണ്ടെത്തിയതല്ല അവസാന വാക്ക്. നിങ്ങൾക്കൊന്നും കണ്ടെത്താനായിട്ടില്ല. മെയ് 27-ാം തീയതി സഖാവ് പിണറായിയുടെ സ്വന്തം വീട്ടിലും അതുപോലെ തന്നെ വാടക വീട്ടിലും പരിശോധിച്ചപ്പോഴും നിങ്ങൾ ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഒന്നും കണ്ടെത്തിയില്ല എന്നാണ് നിങ്ങൾ അന്ന് പറഞ്ഞത്. അന്ന് റിയാസിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു, ഒന്നും കണ്ടെത്തിയിട്ടില്ല. നിങ്ങൾക്കൊന്നും കണ്ടെത്താനുണ്ടായിരുന്നില്ല. എക്സലോജിക്ക് കേസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യവും മുന്നോട്ടേക്ക് നയിക്കാൻ കഴിഞ്ഞില്ല. ED പരമദയനീയമായ ചിത്രം. ആ പരമദയനീയതയിൽ നിന്ന് എങ്ങനെയാണ് കരകയറേണ്ടത് എന്നതിന്റെ ഭാഗമായിട്ടാണ് അഡീഷണലായിട്ട് പുതിയ ചിത്രത്തിലേക്ക് നിങ്ങൾ വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നിഖിലിന്റെ വീട്, നന്ദുവിന്റെ വീട്, മുഹമ്മദ് റിയാസുമായിട്ട് പരിചയമുള്ള സുഹൃത്തുക്കളുടെ ഇവരെ ഉൾപ്പെടെ 9 ആളുടെ വീട് നിങ്ങൾ റെയ്ഡ് ചെയ്തു. എന്താ നിങ്ങൾക്ക് കിട്ടിയത്?
നിങ്ങൾ പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടി. എന്ത് കിട്ടി? സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ വാർത്താക്കുറിപ്പിൽ കൊടുക്കുന്നതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു വസ്തു നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ കാലടിച്ച് മുറിച്ചു കളയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റീഡ് ചെയ്യുമ്പോ നിന്റെ മോളെ കല്യാണം നടത്തൂല എന്ന് പറഞ്ഞ അനുഭവമുണ്ട്. നിന്നെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല, ഇപ്പൊ കേസെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഭയപ്പെടുത്തലുണ്ടായാലും അതൊന്നും നിന്നു പോകുന്നതല്ല കേരളത്തിന്റെ ഒരു അവസ്ഥ. അതുകൊണ്ട് ഒരു കാര്യവും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു വസ്തുതയും നിങ്ങളുടെ മുമ്പിലില്ല. കള്ളപ്രചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ തന്നെ പടച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു പുത്തൻ തെളിവ് എന്ന് പറയുന്ന ഹവാല നിങ്ങൾ ഉണ്ടാക്കിയതാണ് ED. അതുകൊണ്ട് കേസ് വരട്ടെ, ഞങ്ങൾക്കതിലൊന്നും ഒരു ഭയവുമില്ല. അതിന്റെ കമ്പനി എന്ന രീതിയിൽ അത് അവർ കൈകാര്യം ചെയ്യും. ഞങ്ങൾ CPIM അതിൽ ഇടപെടുന്ന പ്രശ്നമില്ല. അത് നടക്കട്ടെ. പക്ഷേ ഇപ്പോഴും പിണറായി മാത്രമല്ല, CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയും MLAയുമായ മുഹമ്മദ് റിയാസിനെ വീണയുടെ ഭർത്താവ് എന്ന രീതിയിൽ ഇതിന്റെ ഭാഗവാക്കാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ആ ശ്രമത്തെയും ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് നേരിടും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവരെല്ലാം നിങ്ങൾക്ക് അങ്ങോട്ട് വിട്ടുതരുമെന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. നിഖിലിന്റെ കാര്യത്തിലും CPIMന്റെ ഈ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ, ജയിലിൽ, അതുപോലെ തന്നെ അടി എല്ലാം സഹിച്ച് മുമ്പോട്ടേക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജില്ല അറിയുന്ന, ഈ നാട് പൂർണ്ണമായിട്ട് അറിയുന്ന നിഖിലിനെതിരായി നിങ്ങൾ ഇപ്പോഴ് ഈ റെയ്ഡിന്റെ പേരും പറഞ്ഞിട്ട് വന്നാൽ അതിനെയും ഞങ്ങൾ നേരിടും. കള്ളത്തരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുകമുറ സൃഷ്ടിക്കാൻ വേണ്ടി പാർട്ടി നേതാക്കന്മാരെയും പ്രവർത്തകരെയും നിങ്ങൾ ഉപയോഗിക്കുകയാണ്. അതിന് അനുവദിക്കില്ല. നിങ്ങൾ കേസെടുത്തോ, കേസ് കൈകാര്യം ചെയ്തോ. ഞങ്ങൾക്കറിയാം ഈ കേസ് എക്സലോജിറ്റിന്റെ കേസ് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട് ഇനി അടുത്ത കേസിന്റെ പേരും പറഞ്ഞിട്ട് അതും പതിറ്റാണ്ടുകൾ ഇങ്ങനെ പോകും. ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ. ലാവലിൻ കേസ് ഇതേപോലെ തന്നെയല്ലേ, എത്ര കൊല്ലായി കിടക്കുന്നവിടെ. എന്നോടെന്നെ ചോദിച്ചു, ലാവലിൻ കേസ് BJPയുമായിട്ട് ഡീലല്ലേ? ഞാൻ പറഞ്ഞു ഞങ്ങൾക്കെന്ത് ഡീല്? ലാവലിൻ കേസ് എന്ന് പറഞ്ഞൊരു കേസേ ഇല്ല. നിങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കേസ് മാത്രമാണ്. ലാവലിൻ കേസ് പൂർണ്ണമായിട്ടും വിട്ടുകഴിഞ്ഞൊരു കേസാണ്. ആ കേസിന്റെ പേര് അപ്പീലുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പീലിന്റെ ഭാഗമായിട്ട് ഒരു തെളിവുമില്ലാതുകൊണ്ട് ആ കേസ് എടുക്കാൻ നിങ്ങൾക്കാവുന്നില്ല. എടുക്കാനാവുന്നില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടായതുകൊണ്ട് അത് നിങ്ങൾ പറയുന്നില്ല. ഇതല്ലേ ലാവലിൻ കേസിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം? അപ്പോഴിവിടെ വളരെ വ്യക്തതയോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, കമ്പനി കേസ് അതൊക്കെ കമ്പനി തന്നെ നടത്തും. കള്ളത്തരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പുതിയ പുതിയ തലങ്ങളിലേക്ക് കാര്യങ്ങൾ നീക്കി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറെ, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറെ, അതിന്റെ ഒപ്പം സഹയാത്രികരായിട്ട് പോകുന്ന നന്ദു ഉൾപ്പെടെയുള്ള DYFI പ്രവർത്തകരെ, അവരുടെ സുഹൃത്തുക്കളെ, അവരെല്ലാം ഭീഷണിപ്പെടുത്തി, അവരെല്ലാം വലിയ രീതിയിൽ ഭയപ്പെടുത്തി, കീഴ്പ്പെടുത്തി സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്താം എന്നാണ് ധാരണയെങ്കിൽ ഈ സമൂഹം അത് അംഗീകരിക്കുന്നില്ല എന്ന് EDയോട് പറയാനാണ് രാഷ്ട്രീയ വിശീലനത്തിന്റെ ഭാഗമായി ഈ പൊതുയോഗം ഞങ്ങൾ വെച്ചത്. നിങ്ങൾ അതിന് മെനക്കെടണ്ട. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ തകർക്കാൻ ഇതൊന്നും മതിയാവില്ല. ഇതിന്റെ തന്നെ വേറൊരു കേസുണ്ടായിരുന്നു, ED തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു കേസ്. അതാണ് തൃശൂരിലെ കരിവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കേസ്. ഇതിനിടെ ഞാൻ അവിടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഇതേപോലെ തന്നെ സംഘടിപ്പിച്ച ഒരു പൊതുയോഗത്തിൽ അവിടെയും പ്രസംഗിച്ചു. അവിടെ ഇതിനേക്കാളും വിചിത്രമാണ് സംഭവം. കരിവണ്ണൂർ ബാങ്ക് എന്ന് പറയുന്നത് നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കായിരുന്നു. അതിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം കൂടി ചേർന്ന് നല്ല തരത്തിലുള്ള കൃത്രിമവും കഴിമതിയൊക്കെ നടത്തി അത് പാർട്ടിക്കാരനെ ഭരിക്കുന്ന ഒന്നായിരുന്നു. ഞങ്ങളത് പരിശോധിച്ചു. ഒരാളെയും സംരക്ഷിക്കില്ല. അതിന്റെ മാനേജരെയും സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ 1-ാം പ്രതിയും 2-ാം പ്രതിയുമായി അവർ ജയിലിലായി. CPIMന്റെ പ്രവർത്തകർ തന്നെയായിരുന്നു. അവരെ പാർട്ടി നടപടിയെടുത്തു. അവർക്കെതിരായിട്ട് കേസ് വന്നു. ആ കേസിൽ അവർക്കെതിരായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. അവർ 1-ാം പ്രതിയും 2-ാം പ്രതിയുമായി സെക്രട്ടറിയും മാനേജരും ഉൾപ്പെടെ കൽത്തുറുങ്കിൽ കിടക്കുകയാണ്. ED വന്നു. കേസ് നന്നായിട്ട് നടത്തിക്കൊണ്ടു പോയിരുന്നു. അത്രോ ഇപ്പോഴ് അവിടെയുള്ള പ്രശ്നം പരിഹരിച്ച്
സാധാരണ പോലെ ആ ബാങ്ക് പ്രവർത്തിക്കുകയാണ്. കരുവണ്ണൂർ ബാങ്ക് എന്തോ പൂട്ടിപ്പോയ ബാങ്കൊന്നുമല്ല, നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കായിട്ട് ഇപ്പോൾ മാറിയത്. ഇനി അതിന്റെ ആസ്തിയെല്ലാം പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടിയാൽ, അതെല്ലാം ഈ ഇടി കൊണ്ടുപോയിരിക്കുകയാണ്, അതിന്റെ രേഖകൾ മുഴുവൻ അതുകൂടി തിരിച്ചു വാങ്ങി കൃത്യമായിട്ട് അതെല്ലാം ശേഖരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ യാതൊരു തർക്കവും വേണ്ട, കരുവണ്ണൂർ ബാങ്ക് കേരളത്തിലെ മറ്റെല്ലാ ബാങ്കുകളെയും പോലെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ബാങ്കായിട്ട് ഇപ്പോൾ തുടരുന്നതിനേക്കാളും ശക്തിയായി തുടരാം. ഇപ്രാവശ്യവും തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തന്നെയാണ് ജയിച്ചത്. ഇനി വിചിത്രമായ സംഭവം കേട്ടോ, ഇതിന്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ മാനേജരും ഒന്നാം പ്രതി പാർട്ടിക്കാരനായിരുന്നു, നടപടിയെടുത്ത് പുറത്താക്കിയതാണ്. കേസ് ക്രൈംബ്രാഞ്ച് എടുത്തു, ജയിലിലായി. എന്താ ഇ ഡി വന്ന് ചെയ്തേ? ഇ ഡി വന്നതിന് ശേഷം ഈ ഒന്നാം പ്രതിയെയും രണ്ടാം പ്രതിയെയും പ്രത്യേകമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങളെ വെറുതെ വിടാം. എന്താ സത്യസന്ധത നോക്കാം, നിങ്ങളെ വെറുതെ വിടാം, നിങ്ങൾ മാപ്പ് സാക്ഷികളാവാം എന്ന് പറഞ്ഞ കേസില്ല. നിങ്ങൾ മാപ്പ് സാക്ഷികളാകുക രണ്ടാളും. എന്നിട്ട് പാർട്ടിയാണ് ഇതിന്റെ പിന്നിൽ ഞങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന കാര്യം നിങ്ങൾ എഴുതി തരണം, സ്റ്റേറ്റ്മെന്റ് വേണം. കേസിൽ ജയിലിൽ കിടക്കുമ്പോൾ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതും പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയതാണ്. സ്വാഭാവികമായിട്ടും എഴുതി കൊടുക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. എഴുതി കൊടുത്തു. പാർട്ടി നേതാക്കന്മാർക്കെതിരായിട്ടാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നാം പ്രതിയും രണ്ടാം പ്രതി അവരെ മാപ്പ് സാക്ഷിയാക്കി എന്ന് പറഞ്ഞ കേസ് പോയി. ആ കേസിന്റെ അന്ത്യം വന്നു, കാരണം അവർ കൂറുമാറി. ക്രൈംബ്രാഞ്ച് എടുത്ത കേസിന്റെ അകത്ത് അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതാണ് അവരുടെ ചാർജ്. അത് മാറ്റിയ മാപ്പ് സാക്ഷികളാക്കി. എന്നിട്ട് CPIMന്റെ ജില്ലാ സെക്രട്ടറിമാരായി വന്ന സഖാക്കളെ കേസിന്റെ ഭാഗമായിട്ട് വിളിക്കാൻ തുടങ്ങി. AC മൊയ്തീൻ, മുൻ മന്ത്രി, ഇപ്പോഴും MLA, അന്നും MLA. AC മൊയ്തീനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തിട്ട് എന്താ കാര്യം? AC മൊയ്തീനും ഈ ബാങ്കും തമ്മിൽ എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. പക്ഷെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. AC മൊയ്തീൻ പ്രതിയാക്കി. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് പ്രതിയാക്കി. ഒരു തെളിവുമില്ല. K. രാധാകൃഷ്ണൻ പ്രതിപക്ഷ ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്ന CPIM നേതാവാണ് സഖാവ് K. രാധാകൃഷ്ണൻ. ആ രാധാകൃഷ്ണനെയും ചോദ്യം ചെയ്തു, ഇപ്പോഴും പ്രതിയാക്കി. എന്താ കാരണം? രാധാകൃഷ്ണൻ അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. MM വർഗീസും അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ 3 ജില്ലാ സെക്രട്ടറിമാരെയും കേസ് പ്രതിയാക്കി. അപ്പോഴാണ് വിചിത്രമായ മറ്റൊരു കാര്യം വരുന്നത്. KV അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഇപ്പോഴവിടുത്തെ പാർട്ടിയുടെ ഞാൻ വിചിത്രമായ ഒരു കാര്യം പറയാൻ പുറപ്പെട്ടപ്പോഴാണ് ബാങ്ക് വിളി വന്നത്. അതിങ്ങനെയാണ്. പാർട്ടിയുടെ ഇപ്പോഴത്തെ കഴിഞ്ഞ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയാണ് അബ്ദുൽ ഖാദർ. ഇവരെ 3 സെക്രട്ടറിമാരെന്ന നിലയിൽ, മുമ്പ് സെക്രട്ടറിമാരെന്ന നിലയിൽ ഈ കേസിന്റെ ഭാഗമാക്കി മാറ്റി. വിചിത്രമായ സംഭവം എന്താ അറിയോ? പ്രതി ഇന്നയാളെന്നല്ല, CPIMന്റെ ജില്ലാ സെക്രട്ടറി പ്രതി. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കേസ്. CPIMന്റെ ജില്ലാ സെക്രട്ടറി ആരാണോ ആ സെക്രട്ടറി കേസിൽ പ്രതി. അങ്ങനെ ലോകത്ത് എവിടെയെങ്കിലും കേസുണ്ടോ? ഇന്ത്യയിലാകെ ഒരു കേസ് മാത്രമാണ് ഇങ്ങനെയുണ്ട് എന്ന് പറയുന്നത്. അബ്ദുൽ ഖാദർ ഇപ്പൊ കേസിൽ പ്രതിയായിരിക്കുകയാണ്. ഇപ്പൊ ജാമ്യമെടുത്തു. ഇതാണ് ED. CPIMന്റെ ജില്ലാ സെക്രട്ടറിമാർ മുഴുവൻ പ്രതി. ഇപ്പോഴും പ്രതിയായിട്ട് വീണ്ടും CPIMന്റെ ഇപ്പോഴും സെക്രട്ടറി ആയിട്ട് വന്നയാളും പ്രതി. ആ കേസ് എത്രയോ വർഷം മുമ്പുള്ളതാണ്. പ്രതിയാക്കി. ഈ കേസ് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കേസാണോ? തൃശൂർ ജില്ലയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം നേടാൻ കഴിഞ്ഞ ഒരു ജില്ല.
പൊതുവെ പരാജയമായിരുന്നല്ലോ. കോഴിക്കോടൊക്കെ വമ്പിച്ച പരാജയം. പൊതുവെ കേരളത്തിൽ വലിയ പരാജയമാണ്. നിങ്ങൾ ഇ ഡിയെ കൊണ്ട് കളിച്ച് ഇ ഡിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജില്ലാ സെക്രട്ടറിമാർ മുഴുവൻ അതിന്റെ പ്രതികളാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ടും തൃശൂർ ജില്ല പോലെ ഒരു ജില്ലയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിത്തറയായി നിലകൊണ്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റം സൃഷ്ടിച്ച ജില്ല. നിങ്ങൾക്ക് തകർക്കാൻ സാധിക്കുന്നതല്ല. ഇ ഡിക്കാരോടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. നിങ്ങളിനി പത്രക്കുറിപ്പ് നാളെ വേറെ പത്രക്കുറിപ്പ് ഇറക്കും. നിങ്ങളുടെ പ്രധാനപ്പെട്ട പണി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ എങ്ങനെ ബിജെപിയിലേക്ക് ആളെ കൂട്ടാം എന്നന്വേഷിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന രാഷ്ട്രീയം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ രാഷ്ട്രീയം ഞാൻ അവസാനം പറയാൻ വെച്ചതാണ്. ഇവിടെ അവർ വിലയിരുത്തിയിട്ടുള്ളത് CPIM-നെ തകർക്കാതെ ബിജെപിക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയം നേടാൻ സാധിക്കില്ല. അപ്പോൾ കള്ളക്കേസുണ്ടാക്കി CPIM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സഖാവ് പിണറായി വിജയനെ, ഇപ്പോഴതിന്റെ തുടർച്ചയിൽ സഖാവ് റിയാസിനെ, അതിന്റെ ഭാഗമായിട്ട് സഖാവ് നിഖിലിനെ, അതിന്റെ ഭാഗമായിട്ട് സഖാവ് നന്ദുവിനെ, അവരെ സുഹൃത്തുക്കളെ എല്ലാം കേസിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് റെയ്ഡ് ചെയ്ത് ഞങ്ങളിതാ എന്തു ചെയ്യാൻ മടി കാണിക്കില്ല, എന്തു ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് കീഴടങ്ങാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് മനസ്സില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ സമ്മേളനം. അതാ കാര്യം. ഞങ്ങൾക്ക് മനസ്സില്ല നിങ്ങൾക്ക് കീഴടങ്ങാൻ. നിങ്ങൾ ബംഗാളിൽ കീഴടങ്ങിയിട്ടുണ്ടാവും, ആസാമിൽ കീഴടങ്ങിയിട്ടുണ്ടാവും, ഇന്ത്യയുടെ പല ഭാഗത്ത് കീഴടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ ഇ ഡിയുടെ ഭീഷണിക്ക് മുമ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കീഴടങ്ങുമെന്ന ഒരു തെറ്റിദ്ധാരണയും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഫലപ്രദമായി ഈ കേരളത്തിലെ ജനങ്ങളെ അണിനിരത്തി, ഞങ്ങളെ രാഷ്ട്രീയമായി നേരിടുന്നു, ജനങ്ങളെ അണിനിരത്തി നേരിടുക തന്നെയാണ്. പിന്നെ നിയമപരമായിട്ട് നേരിടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വന്ന വിധിയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് എത്രയെത്ര കേസ് വിധികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ മലയാള മനോരമ പത്രം തന്നെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം എഴുതി. അതെന്താ? അത് ഞാൻ അവസാനം വായിച്ചപ്പോഴാണ് സുജിത് നായർ എഴുതിയതാണ്. അതിൽ അദ്ദേഹം പറയുകയാണ്, ഇതെല്ലാം പറഞ്ഞു ഇങ്ങനെയാണ് പറയുന്നത്. ഇ ഡി പത്രക്കുറിപ്പനുസരിച്ചിട്ടാണ്, ഇ ഡിയുടെ പത്രക്കുറിപ്പനുസരിച്ച് മലയാള മനോരമ തയ്യാറാക്കിയ രേഖയാണ്. അത് സുജിത് നായരുടെ പേര് വെച്ചിട്ട് തന്നെയാണ് എഴുതിയത്. ആ രേഖയുടെ ഭാഗമായിട്ട് പറഞ്ഞ് അവസാനിക്കുന്നത് ഇതെല്ലാം പറഞ്ഞു, നേരത്തെ പറഞ്ഞതെല്ലാം പറഞ്ഞു. അങ്ങനെ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് പറയാൻ പോവാണ്. അതിനെന്താ തെളിവ് എന്ന് ചോദിച്ചപ്പോൾ കാര്യമായ തെളിവൊന്നും കിട്ടിയിട്ടില്ല, വീണ എഴുതിയൊരു കടലാസുണ്ട്, ആ കടലാസാണ് കിട്ടിയത് എന്നാണ്. എന്നിട്ട് സുജിത് നായർ പറയാണ്, ഈ കടലാസിന് വരിയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. മനോരമയായിട്ട് ദേശാഭിമാനിയാണ്, പിന്നെ നിങ്ങൾക്ക് സംശയം വേണ്ട. ഞങ്ങളുടെ പത്രം മനോരമയിൽ സുജിത് നായർ പറഞ്ഞാണ്, ഇങ്ങനെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും കടലാസ് വെച്ചിട്ട് ഒരു തെളിവായിട്ട് ഉപയോഗിക്കാൻ സുപ്രീം കോടതി അംഗീകരിക്കുന്നില്ല എന്ന കാര്യവും മലയാള മനോരമ വരികൾക്കിടയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയാണ്. അത് പറയാൻ കാരണം 3 കേസ് സുപ്രീം കോടതി വളരെ പ്രസിദ്ധമായ കേസാണ്. അതൊന്ന് ജെയിൻ ഹവാല കേസ്, 2 നിങ്ങൾക്കെല്ലാം അറിയുന്നത് തന്നെയാണ് ആദിത്യ ബിർള കേസ്. അതിൽ പ്രധാനപ്പെട്ട പ്രതി നിങ്ങൾക്കറിയാൻ അറിയുന്ന നരേന്ദ്രമോദിയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇപ്പോൾ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. മറ്റൊന്ന് സഹാറ കേസ്. 3 കേസ്. ഈ 3 കേസിലും അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആദിത്യ ബിർളയുടെ കേസ് എന്ന് പറഞ്ഞാൽ 25 കോടി റുപ്യ വാങ്ങാൻ തീരുമാനിച്ചു, എനിക്ക് 12 കോടി റുപ്യ കിട്ടി, ബാക്കി എന്താ ചെയ്യേണ്ടത് എന്ന ചോദ്യം നരേന്ദ്രമോദി ചോദിച്ചതാണ് കേസ്. അതിന് പ്രത്യേകം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ ഹവാല കേസിന്റെ കാര്യവും അതുപോലെ തന്നെ സഹാറ കേസിന്റെ കാര്യവും നമുക്ക് അറിയുന്നതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമില്ല. ആ കേസിന്റെ അവസാനം ഈ 3 കേസിന്റെയും ഭാഗമായിട്ട് കൃത്യമായ വിധി വന്നു. ആ വിധിയിൽ പറയുന്നത്, ആരെങ്കിലും എഴുതി വെച്ച കടലാസോ എവിടെയെങ്കിലും അയച്ച ഇമെയിൽ കാര്യങ്ങളോ ഒരു കേസിന്റെ പ്രവേശനത്തിന് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി കേസ് ആരംഭിക്കുന്നതിന് തെളിവായി സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. പറഞ്ഞ മനസ്സിലായല്ലോ. അങ്ങനെ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞതാണ് ഇ ഡിക്കാരൻ ഇപ്പോൾ പറഞ്ഞതായിട്ട് മലയാള മനോരമക്കാരൻ പറഞ്ഞത്. അതും കൂടി ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇ ഡി ആയാലും ഏത് ഏജൻസി ആയാലും
ഇവിടെ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ED കേസിലെ പ്രതി എത്രയോ പ്രാവശ്യം ചോദ്യം ചെയ്തിട്ടുള്ള ആ കേസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം കേരളത്തിൽ വന്ന് പ്രസംഗിച്ചത് എന്തേ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാതെ ED എന്നാണ്. പിണറായി വിജയനെ എന്ത് അടിസ്ഥാനത്തിലായി അറസ്റ്റ് ചെയ്യുക? ഏത് കേസടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യുക? അവർക്കതിനാവില്ല എന്നുള്ളതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്, അല്ലാണ്ട് നമ്മളോടുള്ള എന്തെങ്കിലും രീതിയിലുള്ള അനുകമ്പ കൊണ്ടല്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇപ്പോൾ കോൺഗ്രസിന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് വ്യക്തമായില്ലേ? ആ കോൺഗ്രസിന്റെ മനസ്സിലിരിപ്പ് തന്നെയാണ് ഇപ്പോഴും കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും, കേരളത്തിലെ മുഖ്യമന്ത്രിയും ആ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഇപ്പോഴെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് തന്നെയാണ് CPM-നെതിരായിട്ട്. ആദർശശുദ്ധിയോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ ഈ പറയുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ ചേർന്ന് പിണറായി വിജയൻ കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് അതിന്റെ രണ്ടാം ടേമിൽ നടക്കുന്ന ഇലക്ഷന്റെ ഘട്ടത്തിൽ പിണറായി വിജയന് എല്ലാ വീട്ടിലും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വീട്ടിൽ മാത്രമല്ല എല്ലാ വീട്ടിലും ഒരു വോട്ടുണ്ടായിരുന്നു. എന്തേ പിന്നെ സംഭവിച്ചത്? ഒന്നാം ടേം കഴിഞ്ഞ് രണ്ടാം ടേമിലേക്ക് സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോ പിണറായിക്കെതിരായ കടന്നാക്രമം തുടങ്ങി ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം നരേഷനുകൾ തയ്യാറാക്കി. പിണറായി വിരുദ്ധ നരേഷൻ, കള്ളപ്രചരണം, അർദ്ധസത്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച ആശയ തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നടത്തി 5 കൊല്ലം. ആ 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പിണറായി വിജയനെ പറ്റിയുള്ള അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള നിലപാടിലേക്കും ജനങ്ങളെ എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത്. അതിന് പിന്തിരിപ്പന്മാരുടെ പൂർണ്ണമായ പിന്തുണയുണ്ടായിരുന്നു. വലതുപക്ഷ നിലപാടുകൾ അതിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഞാനതിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കില്ല. എന്ന് പറഞ്ഞാൽ ആട്ടിനെ പട്ടിയാക്കാൻ ശേഷിയുള്ള മാധ്യമ ശൃംഖലകളെല്ലാം ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ അനന്തരഫലം തന്നെയാണ് വ്യക്തികളെ ഓരോരുത്തരെയും, അത് ഗവൺമെന്റ് ആകുമ്പോൾ ഗവൺമെന്റ്, പാർട്ടി ആകുമ്പോൾ പാർട്ടി, ഞങ്ങൾക്കെല്ലാം എതിരായി ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമങ്ങളുടെ ഒരു സ്വഭാവം ഞാൻ ഈ പറഞ്ഞത് വ്യക്തിഹത്യയാണ്. വ്യക്തികളെ തന്നെ അവസാനിപ്പിക്കുക. ഇത് അത്രയൊന്നും കൊല്ലായിട്ടില്ല ഇന്ത്യയിൽ, കേരളത്തിൽ തുടങ്ങിയിട്ട് വളരെ ചുരുക്കം കൊല്ലയായിട്ടുള്ളൂ. പക്ഷെ ഇതിനെല്ലാം എതിരായി ജനകീയമായ പ്രതിരോധം ചമച്ചുകൊണ്ട് പാർട്ടി അതിശക്തിയായി മുന്നോട്ടേക്ക് പോകാൻ തയ്യാറെടുക്കാൻ ഈ കേരളത്തിൽ ഇപ്പോൾ തീരുമാനിച്ചത് ഈ കോഴിക്കോട് വെച്ചാണ്. വരുന്ന 13, 14, 15 തീയതികളിൽ എസ് സ്റ്റേറ്റ് കമ്മിറ്റി ഇവിടെ ചേരുകയാണ്.